അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ്, ദുആഇനെക്കുറിച്ചാണ്. നാം നമ്മുടെ പാരത്രികവും ഭൗതികവുമായ സർവ കാര്യങ്ങൾക്ക് വേണ്ടിയും നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഈ ദുആ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിന് ചില മര്യാദകളും അദബുകളും പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചതായി കാണാൻ കഴിയും. നമ്മൾ ദുആ തുടങ്ങുമ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ദുആ ആരംഭിക്കുക. ശേഷം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ദുആ തുടങ്ങി ആ സ്വലാത്ത് കൊണ്ട് തന്നെ അവസാനിപ്പിക്കുക. ദുആ ചെയ്യുമ്പോൾ ഖിബലക്ക് മുന്നിട്ട് രണ്ട് കൈയും ചുമലിന് നേരെ ഉയർത്തുക. വളരെ ആത്മാർത്ഥതയോടുകൂടെ, ഖുശൂഅോടുകൂടെ ദുആ ആയിരിക്കുക. നമ്മൾ ദുആ ചെയ്യുന്നത് 3 തവണ ആവർത്തിച്ച് ചോദിക്കുക. മഹാനായ ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഅ സലാസൻ വഇദ ഇസ്തഗ്ഫറ സലാസൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം ദുആ ചെയ്യുമ്പോൾ അത് 3 തവണ ആവർത്തിക്കുമായിരുന്നു. 3 തവണ ഇസ്തിഗ്ഫാർ നടത്തുമായിരുന്നു. ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളും സമയങ്ങളും ഒരുപാട് നമുക്ക് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ കഴിയും. രാത്രിയുടെ ഉൾഭാഗം അർദ്ധരാത്രിയിൽ ഒരാൾ ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം കിട്ടുന്നതാണ്. ബാങ്ക് വിളിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥന അത് ഇജാബത്തുള്ള ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്. വബൈനൽ അദാനി വൽ ഇഖാമത്തി, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള പ്രാർത്ഥന. ഇന്ദ ഇഫ്താരി സ്വാഇമി, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന. നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. യൗമു അറഫ, അറഫ ദിവസത്തിലുള്ള പ്രാർത്ഥന. ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലുള്ള പ്രാർത്ഥന. ലൈലത്തുൽ ജുമുഅ, ജുമുഅ രാത്രിയിൽ. ഷഹ്റു റമദാൻ, റമദാൻ മാസത്തിൽ ഉടനീളം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും. യൗമുൽ ജുമുഅ, ജുമുഅയുടെ പകലിൽ. ബഅദ സ്വലാത്തുൽ മക്തൂബാത്ത്, ഫറലാക്കപ്പെട്ട നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആ. ഫി മജാലിസി ദിക്രില്ലാഹ്, അല്ലാഹുവിന് ദിക്ർ ചെയ്യുന്ന, ദിക്ർ ചൊല്ലുന്ന മജ്ലിസിലുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും.
അതുപോലെ ദഅവത്തുൽ മുസ്ലിം ലി അഖീഹിൽ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ്റെ സഹോദരനായ മുസ്ലിമിന് വേണ്ടി ദുആ ചെയ്യുന്ന ദുആകളും ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളാണ്. അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ ഖുർആനിലും ഹദീസിലും വന്ന പ്രാർത്ഥനകൾ നമ്മൾ നമ്മുടെ ദുആയിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. അത് ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്ത് അവൻ്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.